പൊളിമിക്സ് ആരംഭിക്കുകയാണ്. ഏവർക്കും സ്വാഗതം. അങ്ങനെയിരിക്കെ നമ്മുടെ മണി ആശാൻ മന്ത്രിയായി. ഒരുപാട് കാലത്തിൻ്റെ ഇടവേളയ്ക്ക് ശേഷമാണ് ഒരു ജനകീയ നേതാവ് കേരളത്തിൻ്റെ മന്ത്രിസഭയിൽ എത്തപ്പെടുന്നത്. ശ്രീ എം എം മണി. എം എം മണി ആയ ഞാൻ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിൻ്റെ ഭരണഘടനയോട് നിർവ്യാജമായ വിശ്വസ്തയും കൂറും പുലർത്തുമെന്നും ഞാൻ ഭാരതത്തിൻ്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ കേരള സംസ്ഥാനത്തെ ഒരു മന്ത്രി എന്ന നിലയിലുള്ള എൻ്റെ കർത്തവ്യങ്ങൾ വിശ്വസ്തയോടുകൂടിയും മനസാക്ഷിയെ മുൻനിർത്തിയും നിർവഹിക്കുമെന്നും ഭരണഘടനയും നിയമവും അനുസരിച്ച് ഭീതിയോ പക്ഷാപാതമോ പ്രീതിയോ വിദ്വേഷമോ കൂടാതെ എല്ലാ തരത്തിലുള്ള ജനങ്ങൾക്കും നീതി ചെയ്യുമെന്നും സഗൗരവം പ്രതിജ്ഞ ചെയ്യുന്നു. ഇതിലിപ്പോൾ മണിക്ക് ഞാനൊരു കൺസെഷൻ കൊടുത്തിട്ടില്ല, ഞങ്ങളെല്ലാവരും കൊടുത്തൊരു കൺസെഷൻ ഉണ്ട്. നിങ്ങളൊരു കൺസെഷൻ കൊടുത്തിട്ടുണ്ടോ മണിയാശാന്? അങ്ങനെ കൂട്ടി ഏറെക്കാലത്തിനു ശേഷമാണ് ഹൈറേഞ്ചിൽ നിന്നൊരു മന്ത്രി ഉണ്ടാവുന്നത് എന്ന അപൂർവതയുമുണ്ട് മണിയാശാന്റെ ഈ നിയോഗത്തിന്. കുറച്ച് നാൾ കെ ടി ജേക്കബ് ഉടുമ്പൻചോല മണ്ഡലത്തിൽ നിന്ന് ജയിച്ച കെ ടി ജേക്കബ് മന്ത്രിയായിരുന്നു, റവന്യൂ മന്ത്രിയായിരുന്നു. അത് കഴിഞ്ഞാൽ പിന്നെ ഇപ്പം ഞാനാണ് മന്ത്രിയാവുന്നത്. കെ ടി ജേക്കബ് മണിയാശാന്റെ എതിർപക്ഷത്തായിരുന്നേ, എന്ന് വെച്ചാൽ CPI-യിലായിരുന്നു. 1969 അച്യുതമേനോൻ മന്ത്രിസഭയിലെ റവന്യൂ മന്ത്രിയായിരുന്നു കെ ടി ജേക്കബ്. അന്നാണ് ഹൈറേഞ്ചിലെ തൊഴിലാളികൾക്കും ഭൂരഹിതർക്കും ഭൂമി നൽകാനുള്ള നടപടികൾ ആരംഭിച്ചത്. പിന്നെ ഇപ്പോൾ ആശാൻ വന്നതിന് ശേഷമാണ് ഹൈറേഞ്ചിനൊരു മന്ത്രി ഉണ്ടാവുന്നത്. വേറെ അല്ലാതെ എൻ്റെ ഓർമ്മയിലില്ല. എൻ്റെ ഓർമ്മ ശരിയായിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ എനിക്കത് വലിയ അങ്ങേറ്റത്തെ സന്തോഷമുണ്ടെന്നുള്ള കാര്യം നിങ്ങൾക്കറിയാം. ഞാനിതിങ്ങനെ ആകുമെന്നൊന്നും പ്രതീക്ഷിച്ചിരുന്നില്ല. നമ്മളുടെ പ്രതീക്ഷയ്ക്കൊക്കെ അപ്പുറമാണ് കാര്യങ്ങളിപ്പോൾ വന്ന് നമ്മളിത് ഏറ്റെടുക്കണമെന്ന് പാർട്ടി നിർദ്ദേശിച്ചിരിക്കുകയാണ്. അത് വളരെ സന്തോഷത്തോടുകൂടി തികഞ്ഞ സംതൃപ്തിയോടുകൂടി ഞാൻ ഏറ്റെടുക്കും. എൻ്റെ കഴിവുകൾ പരമാവധി ഉപയോഗിച്ച് അത് ചെയ്യും. മണിയാശാന്റെ പ്രതീക്ഷകൾക്കപ്പുറമാണ് എന്ന് പറഞ്ഞാൽ 100% ശരിയാണ് കേട്ടോ. അപ്രതീക്ഷിതം എന്നു തന്നെ പറയാം. ഇന്നലെ ഇവിടെ കമ്മിറ്റി സെക്രട്ടേറിയറ്റ് കൂടിയപ്പോൾ മന്ത്രി സ്ഥാനം ഇങ്ങനെ ഇട്ടേക്കാൻ കഴിയില്ല, അതുകൊണ്ട് പുതിയ മന്ത്രി ആവശ്യമുണ്ട് എന്നൊരു നിർദ്ദേശം സെക്രട്ടറി പറഞ്ഞു. അത് മുഖ്യമന്ത്രിയും അതിനോട് ചോദിച്ചു. ശരി, അങ്ങനെ ആരെ എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ പേര് സെക്രട്ടറി നിർദ്ദേശിച്ചു. ഞാൻ അന്നേരമാണ് ഞാൻ ഇങ്ങനൊരു സ്ഥാനത്ത് വരും എന്ന് അറിയുന്നത്. ഇങ്ങനൊരു അജണ്ട തന്നെ ഇങ്ങനെ ചർച്ച ചെയ്യുമെന്ന് പോലും ഞാൻ അറിഞ്ഞത്. അതിന് മുമ്പ് അവരെന്നോട് പറഞ്ഞിരുന്നുമില്ല, ഞാനിതേപ്പറ്റി അന്വേഷിച്ചിട്ടുമില്ല. അതുകൊണ്ട് തന്നെ പാർട്ടി കമ്മിറ്റിയിൽ അങ്ങനെ ഒരു ചർച്ച വന്നപ്പോൾ ആശാൻ അന്തം വിട്ടുപോയതാണ്. ഞാൻ എന്ത് പറയണമെന്ന് തന്നെ എനിക്കന്നേരം ഒരു യഥാർത്ഥത്തിൽ രൂപമില്ല. ഞാൻ അടുത്തിരുന്ന എൻ്റെ സഹപ്രവർത്തകരായ AK ബാലൻ സഖാവിനോടും KJ തോമസിനോടും ചോദിച്ചു, ഞാൻ പിന്നെ പറയണത് ഒന്നും പറയണ്ട. എന്തൊക്കെയായാലും ആശാൻ ഇത് അഭിമാന മുഹൂർത്തമാണ്.
എനിക്ക് വലിയ അഭിമാനമുണ്ട്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഞാൻ വളരെ ദരിദ്ര കുടുംബത്തിൽ ജനിച്ച് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി നാട്ടിൽ നിന്ന് ഇവിടെ കുടിയേറി. മാതാപിതാക്കൾ അന്ന് കൊച്ചായിരുന്നു. ഒരു ചെത്തു തൊഴിലാളിയുടെ മകനായി ജനിച്ച് അവിടെ നിന്നും അച്ഛന് ഇവിടെ കുടിയേറി 10 മക്കളുമായി വന്ന് അച്ഛൻ ഇവിടെ വന്ന് ശാന്തിയുടെ ജോലിയായിരുന്നു. ഞങ്ങൾ കൃഷിയായിരുന്നു. അമ്മയും ഞാനുമാണ് കഠിനാധ്വാനം ചെയ്ത് അന്ന് കൃഷി ചെയ്തത്. അങ്ങനെ വന്ന് ചുമ്മാടെ തോട്ടം പണി. ഞാൻ ജോലി ചെയ്യാത്ത തോട്ടങ്ങളില്ല, അവിടെ ഒന്നും ചെയ്യാത്ത പണികളില്ല. മനസ്സിലായില്ലേ? അന്ന് ഞാൻ 85 കിലോ കപ്പ എടുത്ത് തുഞ്ചിത്തമ്മിക്ക് കൊണ്ടുപോയിട്ടുണ്ട്. 85 കിലോ കപ്പ എന്നൊന്ന് പറഞ്ഞ് അതേപ്പറ്റി ചിന്തിക്കുമ്പോൾ ഇന്നത്തെ ചെറുപ്പക്കാർ ആവും. ആട്ടത്തേക്ക് വരും. ഒരു നട 85 കിലോ. തമാശ പറയില്ല. മടുക്കുമ്പോൾ പള്ളിക്കുന്ന് ചെല്ലുമ്പോൾ ഒന്ന് താക്കും. അവിടെ ഒരു തിട്ടിലും, എന്നിട്ട് അവിടെ നിന്ന് വീണ്ടും കുഞ്ചിത്തള്ളി. അങ്ങനെ ചെയ്തിട്ടുണ്ട്. ചുമ്മാട് കിള പണി ഇന്നൊന്നുമില്ല. നാട്ടിലായിരിക്കുമ്പം കൊച്ചു അണ്ണാൻ കയറുന്ന പോലെ മരത്തെ കയറുമായിരുന്നു. കവുങ്ങക്കയറ്റം, തെങ്ങക്കയറ്റം എല്ലാം. 11 വയസ്സിനുള്ളിലാണെന്ന് ഓർത്തോണം. ഇങ്ങോട്ട് വരുമ്പോൾ 11 വയസ്സാണ്. ഇവിടെ വന്ന് ചെയ്യാത്ത ജോലികളില്ല. വിളിക്കാത്ത സിന്ദാബാദില്ല. ഇൻകിലാബ് സിന്ദാബാദ്, കർഷക സംഘം സിന്ദാബാദ് ഇത് വിളിച്ചു. അഭിയോഗ്യത പാർട്ടി, പിന്നീട് CPM. അതാണ് CPM-ൽ അംഗമായിട്ട് 50 വർഷമായി. 50 വർഷം. ഇതിനിടെ നിരവധി അറസ്റ്റ്, പീഡനം, ക്ലേശം എല്ലാം വന്നിട്ടുണ്ട്. അതൊക്കെ ഞാൻ സഹിച്ചാണ്. 50 വർഷക്കാലം, ഹൈറേഞ്ചിൻ്റെ ഹൃദയം പോലെ മിടിച്ച 50 വർഷക്കാലം. ആ കാലമാണ് MM മണിയെ മണ്ണിൻ്റെ മകനാക്കി വളർത്തിയത്. ഞാനൊരു മുഷ്കനാണെന്നൊന്നും നിങ്ങൾ ധരിക്കണ്ട. എനിക്ക് 5 പെൺകുട്ടികളാണ്. മനസ്സിലായില്ലേ? 5 പെൺകുട്ടികളാണ്. ഞാൻ എൻ്റെ പരിധിയിൽ നിന്ന് അതുങ്ങളെ വളർത്തിയതും വിദ്യാഭ്യാസം ചോദിച്ചത്. അത് 2 പേര് പൊതുപ്രവർത്തനം നടത്തുന്നവരാണ്. മനസ്സിലായില്ലേ? അവർക്ക് 9 കൊച്ചുമക്കളുണ്ട്. അതിൽ 6 പേരും പെൺകുട്ടികളാണ്. 3 പേരേ ഉള്ളൂ ആൺകുട്ടികൾ. മനസ്സിലായി? ഞാൻ എങ്ങനെയാണ് ജീവിക്കുന്നത്? എൻ്റെ കുട്ടികളെ എൻ്റെ മറ്റുള്ളവരുടെ കുട്ടികളെ, അവരുടെ വേദന, കഷ്ടപ്പാട്, ഇതിനോടെല്ലാം ശരിയായ നില പ്രതികരിക്കുന്ന ഒരു നാടൻ മനുഷ്യനാണ്. അതുകൊണ്ട് തന്നെ മണിയാശാൻ മന്ത്രിമന്ദിരത്തിലെ അന്തേവാസി മാത്രമായിരിക്കില്ല. എന്നാലും ഇവിടെ വരാതെ പോകാൻ പറ്റുമോ? എൻ്റെ വീടല്ലേ ഇവിടല്ലേ? എൻ്റെ വീടും എൻ്റെ മക്കളും എല്ലാം ഇവിടെയല്ലേ? ഞാനിവിടെ വരുമൊക്കെ ചെയ്യും. ഇവിടം വിട്ടുള്ള ഒരു കളിയില്ല. അവിടെ പോവും, നമ്മുടെ കാര്യങ്ങൾ ചെയ്യും. സ്റ്റേറ്റിൽ പോകേണ്ടിടത്തൊക്കെ പോവും. ഇവിടെ മാത്രം പറ്റുകയല്ലോ. സംസ്ഥാനത്തിൻ്റെ മന്ത്രിയല്ലേ, അപ്പോൾ സംസ്ഥാനത്ത് എല്ലായിടത്തും പോവും. പ്രശ്നങ്ങളിലൊക്കെ ഇടപെടും. ആ കാര്യത്തിലൊന്നും ഒരു സംശയവുമില്ല, തർക്കവുമില്ല. ഇപ്പം ഞാൻ മന്ത്രിയാകുന്നതിൽ ആവേശഭരിതരായ ജനവിഭാഗമുണ്ട്. കേട്ടോ? ഹൈറേഞ്ചിൻ്റെ ആവേശത്തിൽ പങ്കുചേർന്നുകൊണ്ട് പൊളിമിക്സ് ഒരു ഇടവേളയിലേക്ക് കടക്കുകയാണ്. അത് കഴിഞ്ഞു വന്നാൽ ഈ ജീവചരിത്രത്തിൻ്റെ രാഷ്ട്രീയ ഭാഗമാണ്. MM മണി എന്ന രാഷ്ട്രീയ നേതാവ് രൂപപ്പെട്ടു വന്നത് എങ്ങനെയാണ് എന്ന് ഏറെ പറയേണ്ടതില്ലല്ലോ. എന്നെ രൂപപ്പെടുത്തിയിരിക്കുന്ന ജനങ്ങളുടെ വിചാരങ്ങളിൽ നിന്നാണ്. അതാണ് ആ കാര്യത്തിൽ ഞാൻ വെറും പച്ച. എനിക്ക് കളവുമില്ല, തട്ടിപ്പുമില്ല, വെട്ടിപ്പുമില്ല. നേരെ വാ, നേരെ പോകും. അൻപത് വർഷത്തെ രാഷ്ട്രീയ ജീവിതത്തിനിടയിൽ ആദ്യമായാണ് മണിയാശാൻ നിയമസഭയിലെത്തുന്നത്. ജയിക്കുമെന്ന് ഇത്തവണ മത്സരിക്കുമ്പോൾ തന്നെ ഉറപ്പായിരുന്നു. അത് ജനകീയ അടിത്തറയുടെ ഉറപ്പാണ്. അന്ന് ജനങ്ങൾക്ക് കൊടുത്ത ഉറപ്പ് ഇതാണ്. എനിക്ക് വോട്ട് ചെയ്ത് എന്നെ ജയിപ്പിച്ചെന്നാൽ ഇവിടുത്തെ ജനകീയ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടി ജനങ്ങളോടൊപ്പം നിൽക്കും. ജയചന്ദ്രൻ ചെയ്ത പ്രവർത്തനത്തിൻ്റെ തുടർ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കും. LDFൻ്റെ ഒരു ഗവൺമെൻറ് കേരളത്തിൽ അധികാരത്തിൽ വരുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ അധികാരത്തിൽ വന്ന അധികാരം ഉപയോഗിച്ചുകൊണ്ട് ഇവിടെ എന്തെല്ലാം ചെയ്യാൻ കഴിയുമോ അതെല്ലാം ചെയ്യും എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അതിൽ പട്ടയം അവിടെയുള്ള ഭൂപ്രശ്നം അതിപ്രധാനമാണ്. അതാണ് ഞങ്ങളുടെ നയമല്ല. അരനൂറ്റാണ്ട് കാലത്തെ മുഴുനീള രാഷ്ട്രീയ ജീവിതത്തിനിടയിൽ ആശാൻ എതിരാളികളുടെ കണ്ണിലെ കരടായിരുന്നു എന്നത് വേറെ കാര്യം. എന്നെ 4 കൊലക്കേസിൽ പ്രതിയാക്കാനാണ് അവർ നോക്കിയത്. അതാണ്. ഒരെണ്ണത്തിൽ അറസ്റ്റ് ചെയ്തു. 46 ദിവസം ജയിലിൽ, 9 മാസം കോട്ടയത്ത് ഞാൻ പോയി താമസിക്കേണ്ടി വന്നു.
അന്നേരം തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എന്ന് പറയുന്ന ആഭ്യന്തരമന്ത്രി പറഞ്ഞത് ഇവിടെ ഇടുക്കിക്കാർക്കൊരു ശല്യമുണ്ടായിരുന്നു, ആ ശല്യത്തിനെതിരെ ഞങ്ങൾ ഒഴിവാക്കി തന്നു എന്നാണ് പ്രസംഗിച്ചത്. ഉമ്മൻചാണ്ടിയുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരനാണ്, മനസ്സിലായില്ലേ പ്രസംഗിച്ചത്. അവർക്ക് ശല്യമായിരുന്നു ഞാൻ. കാരണം കോൺഗ്രസ്സിന് പാസ്പോർട്ട് ഒപ്പിടണേ വേറെ ജില്ലയിൽ പോകണം. 3 സ്ഥലത്ത് മത്സരിച്ച് 3 സ്ഥലത്തും ഞങ്ങൾ ശരിയാക്കി തോപ്പിച്ച് കൈ കൊടുത്തു. അതിൻ്റെ വിഷമമാണ് തോമസിന്. അത് ഉമ്മൻചാണ്ടിയും PT തോമസും തിരുവഞ്ചൂർ രാധാകൃഷ്ണനും എല്ലാവരും കൂടി നിയമം വിനിയോഗം ചെയ്ത് നിയമവിരുദ്ധമായി എന്നെ അറസ്റ്റ് ചെയ്ത് എന്നെ പീഡിപ്പിക്കുകയാണ് ചെയ്തത്. 24 പോലീസ് ഉദ്യോഗസ്ഥന്മാരെ വെച്ചാണ് എന്നെ ചോദ്യം ചെയ്തത്. അത് പക്ഷേ പുതിയ അനുഭവമായിരുന്നില്ല. അച്യുതമേനോൻ്റെ ഭരണകാലത്ത്, അതായത് അടിയന്തരാവസ്ഥ കാലത്ത് അപ്പോഴും ജയിലിൽ കിടന്നിട്ടുണ്ട്. അടിമല്ല, കരുണാകരൻ്റെ ഗവൺമെൻറ്റാണ്. അച്യുതമേനോൻ എന്ന മുഖ്യമന്ത്രിയാണ്. അടിയന്തരാവസ്ഥയിൽ 13 ദിവസം കെട്ടിവെച്ചു, വിലങ്ങ് വെച്ചു, മേശയുടെ കാലയിൽ പൂട്ടി വെച്ചു. 13 ദിവസം കഴിഞ്ഞപ്പോൾ കോടതി കൊണ്ടുപോയി. കോടതി 31 ദിവസം എന്നെ ശിക്ഷിച്ചു. 15 ദിവസം ദേവുളം, 16 ദിവസം പീരുമേട്. പീരുമേട്ടിൽ ഞാനിപ്പോൾ 2 പ്രാവശ്യം കിടന്നിട്ടുണ്ട്. അന്ന് 16 ദിവസം കിടന്നു, ഇപ്പം 46 ദിവസം കഴിഞ്ഞ് ഈ കേസിൽ അറസ്റ്റ് ചെയ്തപ്പോൾ കിടന്നു. അതാണ് മണി ആശാന്റെ രാഷ്ട്രീയ ജീവചരിത്രം. അതുതന്നെയാണ് അദ്ദേഹം പഠിച്ച സർവകലാശാലയിൽ. ചെറിയ വിദ്യാഭ്യാസമൊക്കെ ഉള്ള ഞാനാണ് ഇന്ന് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റിലെത്തിയെന്ന് പറഞ്ഞാൽ തന്നെ അതൊരു വലിയ കാര്യമാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാർക്സിസ്റ്റ് ആയതുകൊണ്ട് CPM ആയതുകൊണ്ട് മാത്രം നടന്നതാണ്. അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഇങ്ങനെ ഗുണമുള്ളൂ, അല്ലെ വലിയ വിഷമമാണ്. അല്ലെ കോൺഗ്രസ്സിലൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ സ്വാതന്ത്ര്യ സമരം മുതൽ പങ്കെടുത്ത ആളുകളാണ് അതിനകത്തുള്ളവർ, അങ്ങനെയുള്ളവർ കുറേ ആളുകൾ. ബാക്കിയൊക്കെ പുതിയ ന്യൂ ജനറേഷൻ എന്ന് പറയുന്നതൊന്നും അങ്ങനൊന്നുമല്ല. അതിനൊക്കെ നേരെ തരികിട പണികളെല്ലാം ചെയ്താണ്. അതൊന്നുമില്ലാതെ നേരെ വാ നേരെ പോ എന്ന മട്ടുകാരനായതുകൊണ്ട് വർത്തമാനവും അങ്ങനെയൊക്കെ തന്നെയാണ്. അതൊന്നും വലിയ പ്രശ്നമൊന്നുമില്ലെന്ന്. അങ്ങനെ നാക്കൊക്കെ പിടിച്ചുകൊണ്ടാണ് ഞാനായി രൂപാന്തരപ്പെട്ടതെന്നാണ് എൻ്റെ വിലയിരുത്തലതാണ്. അതുകൊണ്ട് അതൊന്നുമില്ലെന്ന് ഞാനിപ്പോൾ ഒരു പച്ചയ്ക്ക് വർത്തമാനം പറയുന്നൊന്നുമില്ല. പിന്നെ ഇനി മന്ത്രിയാകുമ്പോൾ അതൊക്കെ സൂക്ഷിച്ച് പറയണം, അതെല്ലാം സൂക്ഷിച്ച് പറയും. പിന്നെ എന്നെ വേട്ടയാടുന്ന കുറേ ആളുകളുണ്ട്. അത് പക്ഷേ മണിയാശാന്റെ കുഴപ്പമല്ല, വേട്ടക്കാരുടെ കുഴപ്പമാണ്. ആളാരാണ് എന്നറിഞ്ഞിട്ടല്ലല്ലോ പലരും വേട്ടയ്ക്ക് ഇറങ്ങുന്നത്. ആളടുത്തും പൊന്നൊരച്ചും നോക്കണമെന്നാണ് കാരണവന്മാർ പറയുന്നത്. ആളടുത്ത് എന്ന് പറഞ്ഞാൽ ഇടപെട്ട് നോക്കണം. പൊന്ന് ഉരച്ചു നോക്കിയാലല്ലേ മാറ്ററിയാൻ പറ്റൂ. അത് പണ്ട് കാരണവന്മാർ പറഞ്ഞിരിക്കുന്നതൊന്നുമില്ല. ഈ ആളടുത്തും അറിയാൻ മേലെ പൊന്നൊരച്ചു നോക്കുന്ന പോലെ ഒന്നും നോക്കാത്ത കുറേ വിഡ്ഢികൾ എന്തെങ്കിലും എല്ലാം കയറി പോകും. അതിപ്പം നമുക്ക് ആ കാര്യത്തെ പറ്റി പറയാനുള്ളത് തന്നെ അവർ പറയട്ടെ, പിന്നെ അവർ പഠിച്ചതല്ലേ പാടൂ. ആ വേട്ടക്കാർ ഇനിയും മണിയാശാനെ പിന്തുടരും എന്ന കാര്യം പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. വരാനുള്ളത് വഴിയിൽ തങ്ങില്ല. ഏതായാലും ഇപ്പോൾ പൊളിമിക്സ് ഒരിടവേളയിലേക്ക് കടക്കുകയാണ്. അത് കഴിഞ്ഞു വന്നാൽ സഭയിൽ കാണാം. നമ്മുടെ പ്രധാനമന്ത്രി 500-ന്റെയും 1000-ന്റെയും നോട്ടുകൾ പിൻവലിച്ചതിൻ്റെ ഗുണഫലങ്ങൾ എന്തൊക്കെ എന്ന് പരിശോധിക്കുകയാണിനി. ക്ഷമിക്കണം, പൊളിമിക്സ് അല്ല, കേരള നിയമസഭയാണ് അത് പരിശോധിക്കുന്നത്. ഇപ്പൊ ഈ 14 ദിവസം കൊണ്ട് രാജ്യത്ത് ഏറ്റവും അധികം നേട്ടമുണ്ടാക്കിയത് അവരുടെ ആ കമ്പനിയുടെ കണക്കനുസരിച്ച് പേടിഎം കമ്പനിയാണ്, ഓൺലൈൻ കമ്പനി. അവരുടെ ഇടപാടുകൾ ഈ 14 ദിവസം കൊണ്ട്, 14 അല്ല, ഈ 12 ദിവസം കൊണ്ട് കണക്കാണ്. 12 ദിവസം കൊണ്ട് ഇരട്ടിയായി, വൻതുക. അവരാണ് 50 കോടി രൂപ മുടക്കി ഇവിടെ അഡ്വർടൈസ് ചെയ്തത്. പ്രധാനമന്ത്രി എന്താ സ്വതന്ത്ര ഇന്ത്യയുടെ സാമ്പത്തിക ചരിത്രത്തിൽ ഏറ്റവും ശക്തമായ തീരുമാനമെടുത്ത പ്രധാനമന്ത്രിക്ക് അഭിനന്ദനങ്ങൾ. പ്രയോജനം കിട്ടിയത് അവർക്കാ, അല്ലാതെ മറ്റാർക്കുമല്ല. പേടിഎമ്മിൻ്റെ ആ പരസ്യത്തിൽ ഒരു സുന്ദരൻ പടവുമുണ്ടായിരുന്നു, പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പടം. സ്വന്തം പടമില്ലാതെ ഒന്നും അദ്ദേഹം നടപ്പാക്കാറില്ലല്ലോ. ഭരണഘടനാ വിരുദ്ധമായിട്ടുള്ള വ്യവസ്ഥകളാണ് അവർ നടപ്പിലാക്കുന്നത്. ധനകാര്യമന്ത്രി ഒന്ന് പരിശോധിക്കേണ്ടതാണ്. ആർട്ടിക്കിൾ, ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 300A അതനുസരിച്ച് നിയമപരമായിട്ട് സൂക്ഷിക്കാവുന്ന നോട്ടുകളുടെ കാര്യത്തിൽ, സ്വത്തിൻ്റെ കാര്യത്തിൽ
ഒരു നിയന്ത്രണവും ഇന്ത്യ രാജ്യത്ത് കൊണ്ടുവരാൻ അവകാശമില്ല. നിയമവിരുദ്ധമായിട്ടുണ്ടെങ്കിൽ ഏത് നടപടിയെടുക്കാം. പക്ഷെ നിയമാനുസൃതം ഉള്ള തുക അത് ഉപയോഗിക്കുന്നതിന് നിയന്ത്രണം കൊണ്ടുവരാൻ പാടില്ല. ആ നിയന്ത്രണമാണ് ഇന്ന് ബാങ്കുകളിൽ നിന്ന് ഇത്ര രൂപയെ തിരിച്ചെടുക്കാവൂ എന്ന് പറയുന്നത്. അതിൻ്റെ നിയന്ത്രണമാണ്. സാർ എൻ്റെ കയ്യിലിരിക്കുന്നത് ഒരു 20 രൂപ നോട്ടാണ്. ഈ 20 രൂപ നോട്ടിൽ ഒരു എഴുത്തുണ്ട് സാർ. ഐ പ്രോമിസ് ഇറ്റ് ടു പേ ദ ബിയറർ ഇത് സം ഓഫ് 20 റുപ്പീസ്. ഇത് നമുക്ക് തരുന്ന ഈ കടലാസിൽ റിസർവ് ബാങ്ക് ഗവർണറാണ് ഈ കടലാസിന് 20 രൂപ വിലയുണ്ടെന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അദ്ദേഹമാണ് പ്രോമിസ് ചെയ്തിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ 500 രൂപയിലും 1000 രൂപയിലുമെല്ലാം റിസർവ് ബാങ്ക് ഗവർണറുടെ ഈ പ്രോമിസ് ഉണ്ട്. ആ നോട്ടിന് വിലയില്ലാതായാൽ, ആ നോട്ട് അസാധുവാക്കിയാൽ പകരം മൂല്യമുള്ള അത്രയും ഒന്ന് കൊടുക്കാൻ റിസർവ് ബാങ്ക് ഗവർണർ ആ രാത്രിയിൽ ബാധ്യസ്ഥനാണ്. കാരണം ഇതൊരു കരാറാണ്, ഒരു ഗവൺമെന്റ് ഉണ്ടാക്കുന്ന. മാത്രമല്ല ഈ കരാറിൽ വേറൊന്നുകൂടി പറഞ്ഞിട്ടുണ്ട് സാർ. ഈ 20 രൂപ നോട്ടിൽ അത് ഗ്യാരണ്ടീഡ് ബൈ ദ സെൻട്രൽ ഗവൺമെന്റ് എന്നാണ്. നരേന്ദ്രമോദി സെൻട്രൽ ഗവൺമെന്റ് നായകനാണെങ്കിൽ, ഊർജിത് പട്ടേൽ ഇന്ത്യയിലെ റിസർവ് ബാങ്ക് ഗവർണർ ആണെങ്കിൽ, ഇത് 8-ാം തീയതി 8 മണിക്ക് പിൻവലിക്കപ്പെടുമ്പോൾ നഷ്ടപ്പെടുന്ന എൻ്റെ പോക്കറ്റിൽ, എനിക്ക് 8-ാം തീയതി മാത്രം, 8-ാം തീയതി 8 മണി വരെ ഉള്ളെങ്കിൽ 8 മണിക്ക് ശേഷം എൻ്റെ പോക്കറ്റിൽ കിടക്കുന്ന 500 രൂപ നോട്ട് മരിച്ച നോട്ടാണെങ്കിൽ ഒരു ജീവിക്കുന്ന നോട്ട് എനിക്ക് തരാൻ ഗവൺമെന്റ് ബാധ്യസ്ഥനാണ്. അവിടെയാണ് പ്രിയപ്പെട്ട ഉമ്മൻചാണ്ടി ചോദിച്ച ഇതിലൊരു ഭരണഘടനാ ലംഘനം പോലുമുണ്ട്. നിയമ സംവിധാനത്തിൽ തന്നെ ഇത് നിലനിൽക്കുന്നതല്ല. ഭരണഘടനയെ ബഹുമാനിക്കുന്നവനല്ലേ അതിനെ ഭയപ്പെടൂ? മേപ്പുര ഇല്ലാത്തവന് എന്ത് തീപ്പേടി? സർ, കഴിഞ്ഞ UPA സർക്കാരിൻ്റെ കാലത്ത് ഏതാണ്ട് 3 വർഷം മുമ്പ് നിശ്ചിത കാലയളവ് മുമ്പ് അച്ചടിച്ച കറൻസികൾ പിൻവലിക്കാൻ അന്നത്തെ സർക്കാർ ആലോചിച്ചതാണ്. അന്ന് അതിനെതിരായി ഏറ്റവും ശക്തമായ എതിർപ്പ് പ്രകടിപ്പിച്ചത് BJPയും അതുപോലെ തന്നെ നരേന്ദ്രമോദിയുമാണ് സർ. അന്ന് BJP പറഞ്ഞ ന്യായം, ഇന്ത്യയിൽ 65% വരുന്ന ആളുകൾക്ക് ബാങ്കിൽ അക്കൗണ്ട് ഇല്ല. സമ്പാദ്യം കറൻസിയായി കയ്യിൽ സൂക്ഷിക്കുന്നവരാണ് ഈ രാജ്യത്തെ മഹാഭൂരിപക്ഷം വരുന്ന ജനങ്ങൾ. അതുകൊണ്ട് ഇത്തരമൊരു തീരുമാനം സാധാരണക്കാരെ ദ്രോഹിക്കുന്നതായിരിക്കും. അതുകൊണ്ട് ഇതിന് കൂട്ടുനിൽക്കാൻ കഴിയില്ല എന്നാണ് അന്ന് BJP നേതൃത്വം വ്യക്തമാക്കിയത് സർ. 2 വർഷം കഴിഞ്ഞപ്പോൾ നരേന്ദ്രമോദി സർക്കാർ ഉണ്ടിരിക്കുന്ന നായർക്കൊരു ഉൾവിളി എന്ന പോലെ ആ ചൊല്ല് അനർത്ഥമാക്കും വിധത്തിലാണ് ഏകപക്ഷീയമായി നമ്മുടെ രാജ്യത്ത് ഇത്തരം ഒരു തീരുമാനം പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഉണ്ടിരിക്കുന്ന നായർക്കല്ല, ഉണ്ടിരിക്കുന്ന മോദിക്ക്. അതുപോട്ടെ, അതിൻ്റെ ഗുണഫലം ആർക്കെല്ലാം കിട്ടി എന്ന് നോക്കാം. ബിർള ഗ്രൂപ്പ് അവരുടെ സിമെൻറ്റ് സാർ, അവരുടെ സിമെൻറ്റിൻ്റെ ഹോൾസെയിൽ ഏജൻറ്റ് കേരളത്തിലുണ്ട്. ഞാൻ പേര് പ്രത്യേകിച്ച് പറയുന്നില്ല, ശരിയല്ലല്ലോ. ആ ഏജൻറ്റിനോട് ബിർളയുടെ മാനേജ്മെൻറ്റ് പറഞ്ഞു 500-ൻ്റെ 1000-ൻ്റെ നോട്ട് സൂക്ഷിക്കേണ്ട, വേഗം ചെലവഴിക്കണം, ഒരിക്കലും സൂക്ഷിക്കേണ്ട, 2 ആഴ്ചയ്ക്കകം ഈ പ്രഖ്യാപനം വരികയും ചെയ്തു. അപ്പോൾ അതെങ്ങനെയാണ് സാർ പറഞ്ഞത്? ബിർള സിമെൻറ്റുകാരൻ ഉടമ മാത്രം 500-1000 മേടിക്കേണ്ട എന്ന് പറയുന്ന കാര്യം എന്താ? ഞാൻ ശ്രീ തോമസ് ഐസക് ധനകാര്യമന്ത്രി, അദ്ദേഹം ഇതിനെതിരെ പിറ്റേ ദിവസം തന്നെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിംഗ് ഇട്ടപ്പോൾ കുറെ ഞരമ്പ് രോഗികൾ, അങ്ങനെ കുറച്ച് ആൾക്കാരുണ്ട്, അവരിതിനെതിരെ എഴുതിയിട്ടുള്ള വാർത്തകൾ വായിച്ചാൽ അറിയാം ഇതിനു വേണ്ടി കുറെ ആളുകൾ ഇവിടെ ഉണ്ട് എന്നുള്ളത്. ഇങ്ങനെ മോദിയെ പ്രകീർത്തിച്ചു കഴിഞ്ഞാൽ, അങ്ങനെ പെയ്ഡായിട്ട് മോദിയെ ഒന്ന് പ്രകീർത്തിച്ച് ഫേസ്ബുക്കിൽ ഇട്ട് കഴിഞ്ഞാൽ, ഓൺലൈനിൽ ഇട്ട് കഴിഞ്ഞാൽ അത് വലിയ കാര്യമാണെന്ന് വിശ്വസിക്കുന്നവരോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, ഇതൊരു കുമിള മാത്രമാണ്, ഇത് പൊട്ടാൻ സമയമായിരിക്കുന്നു എന്നതിൻ്റെ സൂചനയാണ് നമ്മൾ കാണുന്നത്. സാർ, നമ്മുടെ പ്രധാനമന്ത്രി ആരുടെ പ്രധാനമന്ത്രിയാണ് സാർ? രാജ്യസഭയിൽ പോവില്ല, പാർലമെന്റിൽ പോവില്ല. എവിടെയാണ് ഇദ്ദേഹം പോണത്? ഇന്ത്യ മഹാരാജ്യത്തെ ജനങ്ങൾ കൊടും പീഡനങ്ങളിൽ പിടയുമ്പോൾ പ്രധാനമന്ത്രി ഇല്ല, രാജ്യസഭയിൽ മറുപടി പറയില്ല, പാർലമെന്റിൽ നേരിടില്ല. എന്ത് ജനാധിപത്യമാണ് സാർ ഇത്? ഇത് പാർലമെന്റിന് വിലയില്ല, MP മാർക്ക് വിലയില്ല, ചോദിച്ച അപ്പോയിന്റ്മെന്റ് കൊടുക്കൂല,
ക്യാബിനറ്റിനെ ഗൺ പോയിന്റിൽ നിർത്തിയെന്നാണ് പറയുന്നത്. സ്വന്തം ക്യാബിനറ്റിനെ മോഡി അങ്ങനെയാണല്ലോ. ഇനി ആരും പുറത്തു പോകാൻ പാടില്ല, വാതിലൊക്കെ കുറ്റിട്ടാളി, ഞാൻ ഈ പ്രഖ്യാപനം നടത്തി പോയി വരാം, എന്നിട്ട് ഇവിടുന്ന് എണീറ്റാൽ മതി എന്നാ പറഞ്ഞു. എന്തൊരു ഏർപ്പാടാണ് സർ! ഇന്ത്യൻ വാല്യൂസ് അപകടത്തിലാണ്, ജനാധിപത്യം അപകടത്തിലാണ്. ഇതിന്റെ പോക്ക് എങ്ങോട്ടാണ് എന്ന് അറിഞ്ഞൂടാ. കേരള നിയമസഭയിൽ ഇരുന്ന് മോദി സാറിനെതിരെ ഇങ്ങനെ ഘോരഘോരം പ്രസംഗിക്കുന്നവർ അറിഞ്ഞുകൊള്ളുക, ഇതൊന്നും ചെയ്തു വെച്ചത് വെറുതെയല്ല. എങ്ങനെയാണ് വരുമാനമില്ലാത്ത ആൾക്കാർ ലക്ഷങ്ങൾ ബാങ്കുകളിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്നു? എവിടെ നിന്ന് വരുന്നത്? സോഴ്സ് എന്താണ്? ഇവിടെ നിന്ന് കേരളത്തിൽ നിന്ന് ഭരണാധികാരികളായിട്ടുള്ള മന്ത്രിമാരായിട്ടുമൊക്കെയുള്ള ഉണ്ടായിരുന്ന പല ആൾക്കാരും ഇവിടുന്ന് കള്ളപ്പണം ശേഖരിച്ച് തമിഴ്നാട്ടിലും കർണാടകത്തിലും മറ്റ് പ്രദേശങ്ങളിലും ചില ആൾക്കാർ വിദേശങ്ങളിലൊക്കെ നിക്ഷേപിക്കുന്നതിനായിട്ടുള്ള വിവരങ്ങളൊക്കെ ലഭിക്കാനായിട്ടുള്ള അവസരം, അതിനുള്ളതായിട്ടുള്ള ഒരു അവസരം കൂടി കണക്കാക്കിക്കൊണ്ടാണ് ഈ നടപടികളൊക്കെ തുടങ്ങിയിട്ടുള്ളത്. LDFും UDFും ചേർന്ന് പരസ്പര സഹായ സഹകരണ സംഘമായി നിയമസഭ വിളിച്ചുകൂട്ടിയത് എന്തുകൊണ്ടാണ് എന്ന് ഇപ്പോഴല്ലേ മനസ്സിലായത്. ഏതായാലും ശരി, ഇങ്ങനെ ഒരു ചർച്ച നടന്നപ്പോൾ പോലും ആ സഭയിലേക്ക് തിരിഞ്ഞു നോക്കാത്ത ഒരു MLA ഉണ്ട്, CPMന്റെ EP ജയരാജൻ. അല്ല, നിയമസഭയിൽ 140 ആളും പങ്കെടുത്ത് നിയമസഭാ സമ്മേളനം അപൂർവമായിട്ടേ ചേരാറുള്ളൂ. സഭയിൽ മാത്രമല്ല, പാർട്ടിയുടെ പുതിയ മന്ത്രി സത്യപ്രതിജ്ഞ ചെയ്തെടുത്തും അദ്ദേഹത്തെ കണ്ടില്ല. പിണങ്ങിയിരിക്കുകയാണോ എന്തോ? എനിക്കറിയാത്ത കാര്യം പറയാൻ പറ്റില്ല. നിങ്ങൾ ചോദിച്ചതിന് കൂടെ ഉത്തരം പറഞ്ഞാൽ ഞാൻ വീട്ടിലാവും. കോടിയേരി സഖാവിൻ്റെ ഈ മാതൃക AK ബാലൻ, EP ജയരാജൻ മുതൽ പേർ അടുത്ത ദിവസങ്ങളിൽ പാലിച്ചില്ലെങ്കിൽ പിണറായി സഖാവും വെട്ടിലാവുക. ഏതായാലും കണ്ടതിനേക്കാൾ വലിയ നാടകങ്ങളാണ് കാണാനുള്ളത് എന്നതുകൊണ്ട് ഇപ്പോൾ തൽക്കാലം രംഗം വിടുന്നു. ഇനി കാണും വരെ നന്ദി, നമസ്കാരം.